ഇടുക്കി ജില്ലയുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുമെന്ന് പ്രഖ്യാപിച്ച് ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച ശാന്തൻപാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാഥനില്ലാ കളരിയായി മാറുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കും കാരണം 7 വർഷം പിന്നിടുമ്പോഴും കോളേജ് പൂട്ടലിന്റെ വക്കിലാണ്. 2018 ശാന്തൻപാറയിൽ അനുവദിച്ച കോളേജ് നിലവിൽ പ്രവർത്തിക്കുന്നത് സൗകര്യങ്ങൾ പരിമിതമായ പൂപ്പാറ പഞ്ചായത്ത് LP സ്കൂൾ കെട്ടിടത്തിലാണ്. സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ റവന്യൂ വകുപ്പ് പൂപ്പാറയിൽ സ്ഥലം വിട്ടു നൽകിയിട്ട് വർഷങ്ങളായെങ്കിലും ഒരു കല്ല് പോലും ഇതുവരെ സ്ഥാപിച്ചില്ല. 340 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള ഇവിടെ നിലവിൽ 100-ൽ താഴെ കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. ഹോസ്റ്റൽ സൗകര്യമോ ലാബുകളോ ഇല്ലാത്തതാണ് കുട്ടികൾ ഈ കോളേജിനെ കൈവിടാൻ പ്രധാന കാരണം. ഇവിടുത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് പ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് താമസിക്കുന്നതിനുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങളോ ഒന്നും യാതൊരു ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്നാണ്ട് 100-ൽ താഴെ കുട്ടികൾ മാത്രമാണ് ഈ പരിമിതമായ സ്ഥലത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഇടപെടലിലൂടെ ഈ സ്ഥലം കൃത്യമായിട്ട് കോളേജിന് വേണ്ടി ഏറ്റെടുക്കുവാനോ അതിന് നടപടിക്രമമോ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടിവിടെ കെട്ടിടങ്ങൾ പണിയാൻ സാധിച്ചിട്ടില്ല. കോളേജിൻ്റെ ആവശ്യമാണ്. കോളേജിൻ്റെ ആവശ്യപ്പെട്ടിട്ടും ഇവിടെ കോളേജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വർഷങ്ങൾ 7-8 കൊല്ലം ആയിട്ടും ഇതുവരെ പൂർത്തിയായിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാർക്ക് കുട്ടിയെ എവിടെയാ പഠിത്തത്തിൽ നിർത്താനുള്ള സംവിധാനം ഇല്ലാതെ ഒരുങ്ങാതെ കോളേജ് ഒരു പൂർത്തീകരിക്കാതെ ഇല്ലാതെ കാരണം കൊണ്ട് ജനങ്ങളൊക്കെ തമിഴ്നാട്ടിലേക്കും പിന്നെ അന്യ സ്ഥലത്തിലേക്കും പോയാണ് പഠിത്തത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. കോളേജ് കൃത്യമായിട്ട് ഇവിടെ വരുവാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല ഗുണം കിട്ടുന്ന ഞങ്ങളുടെ ഒരു ആഗ്രഹം. കോളേജിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ 2020-21 കാലയളവിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെയാണ് ചുമതലപ്പെടുത്തിയത്. 10 ലക്ഷം രൂപ ഫീസായി വാങ്ങി സൊസൈറ്റി സമർപ്പിച്ച 105 കോടിയുടെ പ്ലാൻ പക്ഷേ പ്രായോഗികമല്ലെന്ന് കണ്ടുപേക്ഷിച്ചു. അനുവദിച്ച ഭൂമിയിൽ ഇത്രയും വലിയ കെട്ടിടം നിർമ്മിക്കാനുള്ള സ്ഥലമില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് കണ്ടെത്തിയതോടെ സർക്കാർ പണം പാഴായി. നിലവിൽ പൊതുമരാമത്ത് കെട്ടിടം വിഭാഗം തയ്യാറാക്കിയ 40 കോടിയുടെ പുതിയ പ്ലാൻ ധനവകുപ്പിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് മാറി അടുത്ത പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഗവൺമെൻറ്റിൽ ഞങ്ങളത് അതിൻ്റെ പുതിയ ഈ കോളേജ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമേറ്റെടുക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുതിയ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ബഹുമാനപ്പെട്ട MLA കൊണ്ട് ഞങ്ങളിത് ഈ കോളേജ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിയും സമീപനവുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്ഥിര സംവിധാനമാകും വരെ കുളപ്പറച്ചാലിലെ കിൻഫ്ര അപ്പാരൽ പാർക്ക് കെട്ടിടത്തിലേക്ക് കോളേജ് മാറ്റാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 1 വർഷം മുൻപ് അനുമതി നൽകിയിരുന്നു. 36,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം പ്രതിമാസം 3.5 ലക്ഷം രൂപ വാടകയ്ക്ക് എടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് വാടക സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകുന്നത് മൂലം ഈ നീക്കവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉന്നതാധികാരികളുടെ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ മലയോരത്തെ വിദ്യാർത്ഥികൾക്കായി തുറന്ന ഈ വിദ്യാലയത്തിന്റെ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞുപോകും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.